പ്രദേശമാണ് ഞങ്ങൾ. ഇതുപോലെ തന്നെ പാണയ എന്ന ഒരാൾ കയറിയത് ഈരാറ്റുപേട്ടയ്ക്ക് അപ്പുറത്തെ സ്ഥലത്തോട്ട് പോകാൻ. ഞങ്ങളും വണ്ടി കയറി. വണ്ടി ഓടിച്ചിട്ട് ഇത്ര വന്ന. അപ്പോ പ്രാർത്ഥിച്ചു നോക്കട്ടെ, പെട്ടെന്ന് ഒരു പാമ്പ് അവിടെ കൂടി ചാടുന്നു. നമുക്ക് ഈ 2 കുറിച്ച് 12 നമുക്ക് ഈ കൃപ ഉള്ളതുകൊണ്ട് അറിയാമോ അല്ലോ. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു, നിങ്ങൾ തള്ളിക്കറിയരുത്. അറിയാമോ, അത് നമ്മുടെ കൃപയുടെ ഉള്ളതാണ്. മറ്റുള്ളവർക്ക് അത് കൊടുക്കുകയില്ല, നമുക്ക് ഈ കൃപയിൽ വരുന്നതാണ്. അതാണ് എബ്രായർ 2:4 ഈ അത്ഭുതം പറയുന്നത്. ഇതാണ് യോഹന്നാൻ 4:40 പറയുന്നത്. അപ്പൊ പോകുന്ന വഴിക്ക് ഈ കൂടുതൽ പ്ലാൻ ചെയ്ത് കളയാൻ അവന്റെ വീട്ടിൽ പോയവന് വഴിയറിയാൻ പാടില്ല. ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അവനെ ബന്ധിച്ചിട്ട് ചെന്നപ്പോ ഇവൻ പറയാണ്, അവൻ അറിയാതെ തന്നെ കൊണ്ടുപോവുകയാണ് ഞങ്ങൾ. അതാ ഒരു മലയാളി ഡിഗ്രി കൂടി അവിടെ ചെന്നാൽ വണ്ടി തീർച്ചയായിട്ടും മറിയും, സാധ്യത എല്ലാം ഉണ്ട്. ആ സമയത്ത് പ്രാർത്ഥിച്ചു നോക്കി ഉടനെ പറഞ്ഞ് ആഫ്റ്റർ ഇറങ്ങാൻ നോക്കാൻ പറഞ്ഞു. ഇത്രയും ദൂരം ഓടിയതല്ലേ, 10-24 കിലോമീറ്റർ ഓടി. അപ്പൊ നടത്തുന്ന പറഞ്ഞു നിർത്തി, ഇനി അങ്ങോട്ട് പോകാൻ പാടില്ലെന്ന് അപ്പൊ പറഞ്ഞില്ല. ഇവരെല്ലാവരും അസ്വസ്ഥരായി, ബുദ്ധിമുട്ട്. വണ്ടി അപ്പത്തന്നെ തിരിക്കാൻ, അവിടെ തിരിക്കാൻ തന്നെ ബുദ്ധിമുട്ട്. പിന്നെ അങ്ങോട്ട് പോയത് വണ്ടി മറിയുവരി കൊക്കയിലോട്ട് തന്നെ പോകും. ഇത് സാത്താൻ അവനെ പ്രേരിപ്പിക്കുകയാണ്, അവന്റെ ഹൃദയത്തെ. ആക്ട് 5:3 ഇതുകൊണ്ടാണ് ദൈവം നമുക്ക് കൃപ കൂടുതൽ വന്നിരിക്കുന്നത്. ഞാനുമല്ല ഉടനെ നിർത്തി. അവർ നമ്മുടെ കൊണ്ടായവരെല്ലാവരും പ്രയാസപ്പെട്ടു. എന്താണ് ബ്രദർ ഇങ്ങനെ കാണിച്ചത്? ഉടനെ മറ്റേ 8:14 കൊടുത്തു. കിട്ടിയത് സന്തോഷിച്ച. ഇതുപോലെ പിന്നെ കാഞ്ഞിരപ്പുള്ള സ്ഥലത്ത് സാഹചര്യം വേറെ ഉണ്ടായിരുന്നു. ഇവിടെ സ്വന്തം വീട്ടില് നമ്മുടെ ഇവരുടെ അമ്മ നമ്മുടെ കൗൺസിലർ, എബി കൗൺസിലർ, അവരുടെ വീടാണ് കാഞ്ഞിരപ്പള്ളി. ദൈവം ഷാജിയുടെ ഉപയോഗിച്ചത്. ഇത്രയും അടുപ്പമല്ലേ. ആ എബിയുടെ അമ്മ പറഞ്ഞ ഇതുകൊണ്ടല്ലോ, ശബരിപുത്രന്മാരുടെ അമ്മ എന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങനെ പിടിച്ചിട്ട് അപ്പുറം ഇപ്പുറം നിശ്ചയുണ്ട്. അതുപോലെ തന്നെ ഗർഭിടം പറഞ്ഞു അവിടെ ഒന്ന് പോകണമേ ബ്രദറെ, പ്രാർത്ഥിക്കുന്ന ആള്. ഒരാളവിടെ മോളിൽ താഴെ മരിച്ചാണ് ഒരു മകൻ. ഞങ്ങളെ വിളിച്ച് ഊണ് അവിടെയാണെന്നും പറഞ്ഞു. അവിടെ നല്ല ശാപ്പാടുമാണ്. അല്ല അവിടെ ചെന്ന്, അതാണ് നമ്മുടെ കൃപയിൽ പോകുന്നത്. ചെന്ന് ബ്രദർ ഷാജിയുണ്ട്, ബ്രില്ലിയുണ്ട്, ലഭ്യമുണ്ട്, പിന്നെ അസന്നിയുണ്ട്. ഞാൻ ഓർക്കുന്നത് ഞങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് വചനം കൊടുത്തപ്പോൾ അത് 2 സഹോദരികൾ മാത്രമായിരുന്നു. മറ്റവർക്ക് വചനം പുസ്തകം കാരണവർക്ക് ചെയ്യുന്ന എല്ലാത്തിനും പുച്ഛം വചനം സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവിടെ എല്ലാം ബന്ധിച്ച് നോക്കുമ്പോൾ ഭയങ്കര ബന്ധനം. അതായത് രാജസ്ഥാൻ ബന്ധനമാണ് അവിടെ. എല്ലാം മ്ലേച്ഛ വസ്തുക്കൾ പല അതെല്ലാം പറ്റി ശില്പങ്ങളാക്കി നമുക്കത് മ്ലേച്ഛ വസ്തുക്കളായി ഭർത്താവ് കാണിച്ചാണ്. 10:10 ഉപയോഗിച്ചു. വചനം സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ എന്താ മത്തായി 7:6 എന്താ മത്തായി 7? ഞാൻ ഇവരോട് എല്ലാവരോടും വായിക്കാൻ പറഞ്ഞത് വായിക്കുകയാണ്. നമ്മുടെ വീടുകളായിട്ട് നിൽക്കുകയാണ്. മത്തായി 7 വിശദമായത് പട്ടിക്കും പന്നിക്കും കാരണോട് പറഞ്ഞാല് വായിച്ചേ തരും. നമുക്ക് മുഖനോട്ടം ഉണ്ടാ ഓമ കേൾക്കത്താണ് ഉടനെ വായിക്കാനുള്ള അതാ ബ്രില്ലി കയറി വായിച്ചു. ബ്രില്ലി അതുകൊണ്ട് ബ്രില്ലിക്ക് ധൈര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ തീവ്രത ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രില്ലി ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം ഉപയോഗിച്ചിട്ട് ആ ദൈവത്തിന്റെ പ്രത്യേക കൃപയിൽ കൊണ്ടുവരികയാണ്. ആർക്കും തീർക്കാൻ സാധിക്കും. അതിനാണ് ഗോവയിലോട്ട് നാടുകൾക്ക് അവിടെ നിന്ന് ഇപ്പൊ എടുത്ത് നാഗാലാൻഡിലോട്ട് നാട് കിടക്കുന്നത്. അവിടെ എല്ലാം പോയാലും അവിടെ ഇടും. അതൊരു അപ്പത്തിന്റെ കൃപയാണത്. വിറ്റടല്ലേ. ഇനി അവിടെ നിന്ന് വേറെ കൊണ്ടെങ്കിലും കിടക്കും. ഗോവയിൽ നമുക്ക് വഴിയൊരുക്കിയത് ബ്രില്ലിയാണ്. ബ്രില്ലിനെ അവിടെ നാട് കിടത്തിയപ്പോ പിക്കുകയും ചെയ്ത് അവിടെ പോയി രാത്രി ഈ വെളിച്ചയില്ലേ അതിന്റെ അവിടെ ഇരുന്ന് വാദം വായിക്കണം. അകത്തൊന്നും ഇരുന്ന് സമ്മതിക്കല്ലോ അവര്. ബൈബിളെല്ലാം വാൺ ചെയ്തിരിക്കുകയാണ്, തൊടാൻ പാടില്ല. അവിടെ നിന്ന് വായിച്ചു നാഗാലാൻഡിലോട്ട് കൊണ്ടുപോയിരിക്കണം. അതാ അപ്പൊ ദൈവത്തിന്റെ പദ്ധതി എങ്ങനെയാണ്. അപ്പൊ അന്ന് ബ്രില്ലി അത് വായിച്ചപ്പോ ബ്രില്ലിക്ക് ശക്തി കിട്ടിയാണ്. വായിച്ച് കേൾപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രില്ലിനെ ചടി മേടിക്കുന്നതായിട്ട് പണി കിട്ടുന്നത് എന്തായാലും കൊടുക്കാതെ കൊടുക്കണ്ടേ, മറ്റവരാണെങ്കിൽ ചെയ്യും. അപ്പൊ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം. ഉടനെ പോകുന്നു. അപ്പൊ തന്നെ കാലിലെ മത്തായി 10:14. അപ്പൊ അവര് പഠിച്ചില്ലേ മത്തായി 10:1 കാലിന്റെ പൊടി തട്ടിക്ക് വന്നിട്ട് ഞങ്ങൾ വണ്ടി കയറി പോകുന്നു. ഈ അസുഖം വന്നപ്പോ അസുഖം വന്നു. അസുഖം കൊള്ളാം. എന്താ
മര്യാദ ഉണ്ടാവും. അവരുടെ കാഴ്ചപ്പാടില് അപമര്യാദ നമ്മൾ കാണിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ വചനം വ്യവസായം നമ്മൾ പാലിക്കുന്ന പറയുന്നത്. ഇതുകൊണ്ടാണ് ലൂക്ക 9:60-69 നാം പറയുന്നത്. മരിച്ചവൻ അടക്കട്ടെ, ദൈവരാജ്യം കൊടുക്കാൻ പലപ്പോഴും കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്ന ദൈവരാജ്യം അവകാശിയല്ല. അപ്പൊ അത് കൊടുത്തപ്പോ നിങ്ങൾ ദൈവത്തിലേക്ക് നിലനിർത്തപ്പെട്ടവരും വാഴ്ചയുടെ പ്രവർത്തനങ്ങളും മനുഷ്യരുടെ ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മള്. വാത്സല്യം വാചനങ്ങളാണ്, പിന്നെ മനുഷ്യത്തിനുമാണ് നമ്മള്. നിലയിൽ ഇത് 5 ധരിക്കും. നേരത്തെ കൊല്ലം ഉണ്ടായിരുന്നു, ഒന്നും ഉണ്ടായതാണ്. ഓരോരുത്തർ അവനവരുടെ പ്രഭാവം കാണിക്കാനായിട്ട് അവരെത്താണ്. ഇത് ഫൈറ്റ് ചെയ്യാൻ പോകുന്ന നിങ്ങളെല്ലാം ഒരൊറ്റ ആത്മാവിലാണ്. 1 കൊരിന്ത്യർ 1:10. എന്നാലേ അവനെ തൊപ്പിക്കാൻ സാധിക്കുള്ളൂ. ആ സ്ഥലം മുഴുവനും നിങ്ങൾക്ക് കീഴടക്കാൻ സാധിക്കും. ഒരു സ്ഥലത്ത് ചെന്നാൽ ഒറ്റ ആത്മാവിൽ പോയാൽ അവൻ തുറക്കും. യാക്കോബ് 2:19 കൂടി അവനറിയാം. ഇതുകൊണ്ടാണ് നിയമോത്രം 11 22-25 വാരത്തിൽ നിങ്ങളൊരു സ്ഥലത്ത് കയറുമ്പോൾ മറ്റുള്ളവരെല്ലാം ഭയപ്പെടും നിങ്ങളെ. അവരെല്ലാം വിറക്കും. അതുണ്ടാവും, പരിഭവം ഉണ്ടാവും, മാനുഷ്യമാണ്. അമ്മയ്ക്ക് ചേച്ചി അനിയച്ചാണെങ്കിലും ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അത് ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് അവര് തമ്മിൽ കടിപിടി കാണുന്നത്, ശിഷ്യന്മാര് തമ്മിൽ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മാർക്കോസ് 11 41-45 നിങ്ങൾ ഒന്നാമൻ ആഗ്രഹിക്കുന്ന നാഥനാകാൻ. ഇതിങ്ങനെ പോയി പഠിച്ചു വരുമ്പോഴാണ് ഈ ക്ഷമ എന്താണെന്നും കാരുണ്യം എന്താണെന്നൊക്കെ അറിയുന്നത്. അതുപോലെ ഇതൊന്നും അറിയില്ല. പിന്നെ എല്ലാവരെയും കൂട്ടിയിണക്കി പരിപൂർണമായ സ്നേഹം പരിശീലിക്കും. സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ധരിക്കുന്നത്. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾക്ക് ഏറ്റവും ശരിയായി നിർത്തപ്പെട്ടത്. അതിനാൽ നിങ്ങൾ സ്വീകാര്യരായിരിക്കും. പരസ്പരം പഠിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും നിങ്ങളുടെ ഹൃദയത്തോടെ ദൈവത്തിന്റെ സങ്കീർത്തനങ്ങളും ധാരണകളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിന്റെ വചനം നിങ്ങൾ സമൃദ്ധമായി വച്ചിരിക്കുന്നു. നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും എല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് ഹൃദയ അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുന്നു. ഇതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ബാക്കിയുള്ളവരുടെ കൂടെ ഒന്ന് കൗൺസ് ചെയ്യാൻ വരും. ആരും ഉണ്ടായിരുന്ന സീറ്റുകൾ ചൊവ്വായി ഇവിടെ കൗൺസ് ചെയ്യേണ്ടി വരും. മറ്റുള്ളവര് ഇപ്പൊ ചൊവ്വ ബാംഗ്ലൂരിലായിരിക്കും, വ്യാഴം തൃശ്ശൂരിലായിരിക്കും, ശനി വലിയ ശനിക്ക് ഇവിടെ ഉണ്ടാവും, വൈറ്റിലായാല്. അതുപോലെ ശനിയാഴ്ച പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ല ജനമാണ് അവിടെ വരുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ കൗൺസ് ചെയ്യാനായിട്ട് തിരുവനന്തപുരത്ത് തുടങ്ങി കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുന്നത് അങ്ങനെ തന്നെ ഇപ്പൊ കർത്താവ് കാണിച്ചു തരുന്നത്. ഇവിടുന്ന് പോകുന്നത് നാഗർകോവിലിൽ തിരുവനന്തപുരത്ത് ടച്ചായിട്ട് വേണം ഇങ്ങോട്ട് പോരാനായിട്ട്. ഒറ്റ പോകിൽ അവിടെ കൊടുക്കണം. ഒരു ദിവസം 2 ദിവസം തിരുവനന്തപുരത്ത് കൗൺസ് ചെയ്യണം. അപ്പൊ കൗൺസ് ചെയ്യാൻ ജയലത്തിന് അവിടെ കർത്താവ് കൊണ്ടുവന്നു നമ്മളറിയണ്ട. അതും കഴിഞ്ഞിട്ട് അപ്പൊ ഇവിടെ അതുപോലെ തൃശ്ശൂരിൽ പോകുമ്പോഴും അവിടെ വ്യാഴാഴ്ച അവിടെ എല്ലാ വ്യാഴാഴ്ച ഇപ്പം മുടങ്ങാതെ പോവാം. അതിനുള്ള സജ്ജീകരണങ്ങള് ഇവിടെ ബ്രദേഴ്സ് ചെയ്യുമായിരുന്നു. അപ്പൊ അസൗകര്യമുള്ളവരെല്ലാം നേരത്തെ ബ്രദേഴ്സ് വളരെല്ലാം ഉണ്ടാവുമല്ലോ നമ്മുടെ കുടുംബപരമായിട്ടുള്ള. ബാക്കിയുള്ളവര് പോകാൻ തയ്യാറാണ്. ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ അതുപോലെ ഗോവയിലോട്ട് പോകാനായിട്ട് എല്ലാ ആഴ്ചയിലും ഗോവയിൽ പോകേണ്ടി. അതിന് തയ്യാറായിരിക്കും. ബാംഗ്ലൂരിലും പോകാനായിട്ട് തയ്യാറായിരിക്കും. അതൊക്കെ ദൈവം നോക്കിക്കോ. ചിലപ്പോ ബാംഗ്ലൂരും ഗോവയിലും ഒന്നിച്ചു പോകാനായിട്ടുള്ള വഴിയായി. ആദ്യം ബാംഗ്ലൂരിൽ ചെന്ന ശേഷം അവിടുത്തെ മക്കളെല്ലാം പ്രാർത്ഥന ഉണ്ടാവുമല്ലോ, അതും കഴിഞ്ഞ് പിന്നത്തേതിന് ഗോവയിൽ ചെന്നാൽ ഗോവയിലും കൗൺസിലിംഗും പ്രാർത്ഥനയും കഴിഞ്ഞ് ഞായറാഴ്ച അവിടെ ഒരു 1 വീക്കിലേക്ക് എടുക്കേണ്ടി വരും. ഒരാഴ്ച കൊണ്ടുപോകുമ്പോ ദൈവം അവിടെ പ്രവർത്തിച്ചത് നമ്മളറിയുന്നത്. അപ്പൊ വളരെ വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും ദൈവം തരുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ
ക്ഷമിക്കുമ്പോൾ ആ ഒരു വിശ്വത്തോടെ നിങ്ങൾ പ്രവർത്തിച്ചോളൂ. അപ്പോഴെല്ലാം ദൈവം നോക്കിക്കോളൂ. ദൈവത്തെപ്പറ്റി കർത്താവിന് അറിയാൻ എന്തെല്ലാം ആവശ്യം നമുക്കുണ്ടെന്നാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ ഞായറാഴ്ച ഇത് ഈ കൂടുതൽ ചർച്ചയായിട്ട് വരുള്ളൂ ഇവിടെ. അങ്ങനെ കർത്താവ് കാണിക്കണം. അപ്പൊ ഇപ്പൊ തന്നെ കുറച്ച് വർദ്ധിച്ചിട്ട് നിൽക്കത്തില്ല കണ്ട. അപ്പൊ അതുപോലെ പ്രവർത്തനം ഇത് ആരെ കൊണ്ട് തടുക്കാൻ സാധിക്കില്ല. ഇത് കർത്താവിന്റെ പ്രവർത്തനമാണ്. അത് നമ്മളെ കൊണ്ട് സാധിക്കില്ല.